ഏറ്റവും സ്നേഹമുള്ളവരെ, സോഷ്യോ എക്കണോമിക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. They were the fewest of all. എല്ലാവരെക്കാളും ചെറിയ നേഷൻ. നമ്മുടെ ശക്തി കുറഞ്ഞു പോയെന്നല്ലേ പറയുന്നത്. ഏറ്റവും ചെറിയ നേഷൻ എല്ലാവരെയും തോൽപ്പിച്ചു, അതിജീവിച്ചു. അതിന്റെ കാരണം എന്താണ്? അവർ സ്വന്തമാക്കിയത് സ്വർഗത്തിന്റെ ശക്തിയാണ്. തോമാസ് ശ്ലീഹ ഇവിടെ വന്ന കഥ പറയുന്നത് റമ്പാൻ പാട്ടിലെ ഏറ്റവും സുന്ദരമായിട്ട്. അർബയായിൽ കപ്പൽ കയറി മാലിങ്കരയിൽ എത്തിയത് അറിവിൻപറവൻ മിശിഹാക്കാലം 50 തരവും രാശിയത്. എന്താ ഇത് ആദ്യം പറയാണ്? അത്ഭുതകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. 8 ദിവസം കൊണ്ട് സഭ സ്ഥാപിച്ചു. വർഗീയ ശക്തികളൊന്നും തടയാൻ പറ്റില്ല. കാരണം അത്ഭുതകൃതിയാൽ അഷ്ടദിനം കൊണ്ട് അവിടെ മാർഗം സ്ഥാപിച്ചു. സ്വർഗത്തിന്റെ ശക്തിയുണ്ട്. നടപടി 19 വന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പറയുന്നത് പൗലോസിന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളിൽ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും പിശാചുക്കൾ ബഹിഷ്കൃതരാവുകയും ചെയ്തു. ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ശക്തിയാണ്. അവിടെ വാസ്തവത്തിൽ അടികൊണ്ടുമല്ല വടികൊണ്ടുമല്ല, മറിച്ച് സ്വർഗത്തിന്റെ ശക്തി കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് നമ്മുടെ ഈ സമൂഹത്തിന് ചലനം സൃഷ്ടിക്കുന്നത്. ആ കാര്യം നമ്മൾ മറക്കരുത്. അതിനോട് ചേർന്ന് പോകുന്ന രണ്ടാമത്തെ ഒരു ആശയമാണ് നമ്മുടെ ഒരു എക്കണോമിക്, സോഷ്യോ എക്കണോമിക്. അതിന് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് കാര്യങ്ങൾ കൂട്ടി വെച്ചാൽ പറയാൻ തുടങ്ങിയെങ്കിലും അതിന്റെ കണ്ടന്റിലേക്ക് പോകാൻ സമയം കിട്ടിയില്ല. അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും നമുക്ക് അടിസ്ഥാനത്തിൽ കടക്കുകയാണ്. എന്താണ്? അവരുടെ ഇടയിൽ നിന്ന് രാവിലെ പിതാവ് വോട്ട് ചെയ്തു. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ജീവിച്ചു. അതാണ് അവരുടെ പ്രത്യേകത. സഭാപിതാക്കന്മാരുടെ കൊട്ടേഷൻസ് പറയുമ്പോൾ അത് മാർക്സിന്റെയോ എംഗൽസിന്റെയോ ആണ് തെറ്റിദ്ധരിക്കരുത്. അംബ്രോസ് പറയുക, നീ അധികം വെച്ചിരിക്കുന്നത് നീ മോഷ്ടിച്ചെടുത്തതാണ്, നീ മോഷ്ടാവാണ്. ബേസിലും ക്രിസോസ്റ്റോമും പറയുകയാണ്, നിന്റെ വീടിന്റെ കല്ലും തറയും മോടി പിടിപ്പിക്കാൻ നീ അനേകായിരങ്ങളെ അവസരയിലാഴ്ത്തുന്നു. നീ ധനികനാണെന്നുള്ളതല്ല, പങ്കുവയ്ക്കാനുള്ള നിന്റെ വൈമനസ്യമാണ് നിന്നെ അഭിശബ്ദനാക്കുന്നത്, ശമിക്കപ്പെട്ടവനാക്കുന്നത്. നമ്മൾ മൈനോറിറ്റി ആണല്ലോ അല്ലേ? സ്ത്രീകന്മാര് അതിലും വലിയ മൈനോറിറ്റിയായി. 12 പേര്, കഷ്ടിച്ച് 12 ഉണ്ടായിരുന്നുള്ളൂ. അവർ ചെന്നിടത്തൊക്കെ അവരെ ആർക്കും മാറ്റി നിർത്താൻ പറ്റിയില്ല. തോമാശ്ലീഹ കൊട്ടാരം പണിയുന്ന കഥയാണ് നമുക്ക് ഐക്സ് ഓഫ് യൂദാസ് തോമസിനും റമ്പാൻപാടിലും ഒക്കെ പറയുന്നത്. അതിന് പൈസ മേടിച്ചു, സ്വർണവും വെള്ളി നാണയങ്ങളെല്ലാം മേടിച്ചു. അവസാനം കൊട്ടാരം കാണാൻ വന്നപ്പോ സ്വർഗത്തിലെ കൊട്ടാരം എന്ന് രാജാവിന്റെ അനിയൻ ഗാദ് വഴി കാര്യങ്ങൾ അറിയിച്ച കഥയൊന്നും ഞാനോട് പറയുന്നില്ല. എന്തുവാട്ടെ, ഒരു 4 ലൈൻ മാത്രം അതിനകത്ത് വീണ്ടും ഞാൻ ഓർക്കുകയാണ്. ഏതാനും ചില മുതലുകൾ കൂടി ഏതാനും ചില പണികൾക്കായി ചോളപ്പെരുമാളിൽ നിന്നും മാർക്കോമ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? എളിയ ജനത്തിന് ആദരവിനായി ആ മുതലെല്ലാം ചിലവാക്കി. സാധു ജനങ്ങളുടെ ധർമ്മത്തിന് വേണ്ടി ആ മുതലെല്ലാം ചിലവാക്കി. കൺസ്ട്രക്ഷൻ ഓഫ് ദി ചർച്ച് മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ദി കമ്മ്യൂണിറ്റി. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണല്ലോ ജീവിക്കുന്നത്. സ്വരാന്തി പറഞ്ഞാൽ ഉടനെ വിവേന്തി പറയും, ലോ ഓഫ് ലൈഫ്. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, അവർക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പ്രാർത്ഥിക്കുന്നവൻ, അവർക്ക് വേണ്ടി കഴിവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാ പ്രാർത്ഥനയാകുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല, അത് വെറും അതര വ്യായാമമായിട്ട് മാറുകയാണ്. നമ്മുടെ അടിസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നിട്ട് മറ്റ് അഡീഷൻസിലേക്ക് ശ്രദ്ധ ചെലുത്താമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സംഘടിത ശക്തികളുടെ സർവ്വസൈന്യാധിപൻ മാർഷൽ പോഷ്, അദ്ദേഹം ലോകമായുധത്തിന്റെ സംഘടിത ശക്തിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം അനുസ്മരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നാമതായിട്ടൊരു ക്രിസ്ത്യാനി, പിന്നീട് മാത്രം സർവ്വസൈന്യാധിപൻ. ഞാൻ ഒന്നാമതായിട്ടൊരു ക്രിസ്ത്യാനി, പിന്നീട് മാത്രം സർവ്വസൈന്യാധിപൻ. നമ്മുടെ റെവ്യൂസ് പിതാവ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നീ ഏത് പാർട്ടിക്കാരനും ആയിരിക്കും, BJPയോ CPMോ കേരള കോൺഗ്രസോ ഒക്കെ ആയിരിക്കും, അവിടെ എല്ലാം നിങ്ങൾ ഓർക്കുക, നീ ഒന്നാമതായിട്ട് ക്രിസ്ത്യാനി, പിന്നീട് മാത്രം നീ BJP. അത് പറയുമ്പോഴേ അതിന്റെ അടിസ്ഥാനം എന്താ എന്ന് പറഞ്ഞാൽ, നീ കടന്നു ചെല്ലുന്ന രംഗങ്ങൾ എത്ര വഷളാണെങ്കിലും നിന്റെ കഴിവിന്റെ പരമാവധി നിന്റെ ക്രിസ്തീയ ചൈതന്യം
ശക്തി സ്വർഗത്തിൽ